നമ്മളിപ്പോൾ 2 ക്ലാസ് ആയിട്ട് പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ കൂടെ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നാളെ തൊട്ട് നമ്മൾ വേറെ ടോപ്പിക്കാണ്, പെർസെൻറ്റേജിൻ്റെ തന്നെ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റുഡൻറ് ഗോട്ട് 23% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 15 മാർക്സ്. Another student got 35% marks and passed by 21 marks. Find maximum marks, passing percentage, passing mark. അപ്പോൾ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് ബോർഡിലൊന്ന് എഴുതാം. സോ ആദ്യം എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് എത്രയായിരിക്കും? 0% ആയിരിക്കും. ലാസ്റ്റ് എത്രയായിരിക്കും? 100% ആയിരിക്കും. എക്സാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പാസിംഗ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഏതോ ഒരു പോയിന്റ് ഇതിലെവിടെയോ ആണ് എന്ത് പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, പക്ഷെ ഇവിടെയാണെന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എ സ്റ്റുഡൻറ് ഗോട്ട് 23% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 15 മാർക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാസിംഗ് പെർസെൻറ്റേജ്. പക്ഷേ ഈ കുട്ടി തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സ്ഥാനം ഇവിടെ ആയിരിക്കോ ഇവിടെ ആയിരിക്കോ? ഇത് പാസിംഗ് പെർസെൻറ്റേജ്. അപ്പോൾ പാസിംഗ് പെർസെൻറ്റേജിന് ഇപ്പുറത്തുള്ള ആൾക്കാർ ജയിച്ചു, പാസിംഗ് പെർസെൻറ്റേജിന് താഴെയുള്ളവർ തോറ്റു. അപ്പോൾ ഈ കുട്ടി തോറ്റിരിക്കുകയാണ്. ഈ കുട്ടിക്ക് എത്ര മാർക്സ് കിട്ടി? 23% മാർക്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എത്ര മാർക്കിനാണ് കുട്ടി തോറ്റത്? 15 മാർക്കിനാണ് കുട്ടി തോറ്റത്. സോ ഈ 23%ഉം പാസിംഗ് പെർസെൻറ്റേജും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്? ഈ 15 എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഈ 23%ൻ്റെ ഒപ്പം ഈ 15 മാർക്സ് കൂടി ഉണ്ടെങ്കിൽ കുട്ടി ജയിക്കുമായിരുന്നു. അപ്പോൾ 23% + 15 ആണ് പാസിംഗ് പെർസെൻറ്റേജ്. ഇനി വേറൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അനദർ സ്റ്റുഡൻറ് ഗോട്ട് 35% മാർക്ക്. ആ കുട്ടിക്ക് 35% മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി പാസ്ഡ് ബൈ 21 മാർക്സ്. ആ കുട്ടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ പാസ്സായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പൊസിഷൻ റൈറ്റ് സൈഡിലായിരിക്കും, അല്ലേ? ഇതാണ് പാസിംഗ് പെർസെൻറ്റേജ്. ആ കുട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തായിരിക്കും ആ കുട്ടിയുടെ സ്ഥാനം. സോ ആ കുട്ടിക്ക് കിട്ടിയത് 35% ആണ്. ഓക്കെ, ആ കുട്ടിക്ക് കിട്ടിയത് എത്ര മാർക്കാണ്? 35%. ആൻഡ് ആ കുട്ടി എത്ര മാർക്കിനാണ് ജയിച്ചത്? 21 മാർക്ക് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് ആ കുട്ടി ജയിച്ചത്. അതായത് പാസിംഗ് പെർസെൻറ്റേജും 35%ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 21 ആണ്. പാസിംഗ് പെർസെൻറ്റേജിൻ്റെ ഒപ്പം 21 മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 35% കിട്ടും, അല്ലേ? ഈ കുട്ടി ജയിച്ചു, ഈ കുട്ടിക്ക് 35% മാർക്സ് ഉണ്ട്. ആൻഡ് ഈ കുട്ടി എത്ര മാർക്കിനാണ് ജയിച്ചത്? 21 മാർക്കിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിംഗ് പെർസെൻറ്റേജിനേക്കാൾ 21 മാർക്ക് കൂടുതലാണ് ആ കുട്ടിക്ക്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് മാക്സിമം മാർക്ക് കണ്ടുപിടിക്കണം. അതായത് 100% എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ കണ്ടുപിടിക്കേണ്ടത് പാസിംഗ് പെർസെൻറ്റേജ് ആണ്. പാസിംഗ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കണം. ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 23%ഉം 35% തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അന്തരം എന്താണ്? 23% ആൻഡ് 35%. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? പെർസെൻറ്റേജിൽ 35 - 23, അല്ലേ? അത് എത്രയാണ്? 12%. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൽ 12 ആണ്. പക്ഷേ മാർക്കിൽ എത്രയാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്? ഈ 23% തൊട്ട് 35% വരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മാർക്കിൽ എത്രയാണ്? 15 + 21, അല്ലേ? അത് എത്രയാണ്? 15, 25, 35, 36. സോ 12% എന്ന് പറയുന്നത് 36 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? 12% എന്താ കിട്ടിയത്? നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്, അല്ല കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു ഗ്യാപ്പിലെ പെർസെൻറ്റേജ് എത്ര, മാർക്ക് എത്ര, അതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 23 തൊട്ട് 35 വരെ എത്രയുണ്ട് നോക്കും, അതാണ് 12%. മാർക്സിൽ എത്രയാ? ഇവിടുത്തെ 15 ഉണ്ട്, ഇവിടുത്തെ 21 ഉണ്ട്. അപ്പം ടോട്ടൽ എത്രയായി? 36 ആയി. അപ്പം 12% 36 ആണെങ്കിൽ 100% നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം 1% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3, അല്ലേ? സോ 100% എത്രയായിരിക്കും?
100% 300 ആയിരിക്കും. ഓക്കെ, സോ അപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. 100% എന്ന് പറയുന്നത് 300 നമുക്ക് കിട്ടി. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 300. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പാസിംഗ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 23%. പാസിംഗ് പെർസെൻറ്റേജ് എന്താ? പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 23% പ്ലസ് 15 ആണ് അല്ലേ പാസിംഗ് പെർസെൻറ്റേജ്. കാരണം 23%ൻ്റെ ഒപ്പം 15 കൂട്ടുമ്പോൾ പാസിംഗ് പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 35% മൈനസ് 21 ആണെന്ന് എഴുതാം അല്ലേ. ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇത് ചെയ്യണമെന്ന് മാത്രം. സോ 23%ൻ്റെ ഒപ്പം 15 കൂട്ടിക്കഴിഞ്ഞാൽ പാസിംഗ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 15 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്കറിയാം 1% എന്ന് പറയുന്നത് 3 ആണ്. 1% എത്രയാണ്? 3 ആണ്. സോ 15 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 × 5 ആണ് 15. സോ 5% ആയിരിക്കും 15 എന്ന് പറയുന്നത്. ഓക്കെ, സോ പാസിംഗ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക? 23% പ്ലസ് 15. ഇപ്പോൾ പെർസെൻറ്റേജിൽ എത്രയാണെന്ന് കിട്ടി? 5% ആണെന്ന് കിട്ടി. അതായത് 28% ആയിരിക്കും എന്ത്? പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് പാസിംഗ് പെർസെൻറ്റേജ് നമുക്ക് എന്താണെന്ന് കിട്ടി? 28% ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു? 23%ൻ്റെ ഒപ്പം 15 ആഡ് ചെയ്തു. ഇനി മറ്റേ രീതിയിലും ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്താൽ മതിയായിരുന്നു? പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35% മൈനസ് 21 ആണ്. ഇങ്ങനെ ചെയ്താലും കറക്റ്റ് തന്നെയല്ലേ. 35%ൽ നിന്ന് 21 മൈനസ് ചെയ്താൽ നമുക്ക് പാസിംഗ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? 35% മൈനസ് 21 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാണ് നോക്കണം. അപ്പോൾ നമുക്കറിയാം 1% 3 ആണ്. 1% 3 ആണ്. ചോദിക്കുന്നത് 21 എത്ര പെർസെൻറ്റേജ് ആണെന്നാണ്. അപ്പോൾ 3 × 7 ആണ് 21. സോ നമുക്ക് കിട്ടും 7% ആണ് 21 എന്ന് പറയുന്നത്. അതായത് 35ൽ നിന്ന് 7% മൈനസ് ചെയ്യുക, വിച്ച് ഈസ് അഗെയിൻ എത്രയാണ്? 28% തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് പാസിംഗ് പെർസെൻറ്റേജ് കിട്ടും 28%. അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താ? അടുത്ത ചോദിച്ചിരിക്കുന്നത് പാസിംഗ് മാർക്ക് എത്രയാണെന്നാണ്. പാസിംഗ് മാർക്ക്. പക്ഷെ പാസിംഗ് പെർസെൻറ്റേജ് നമുക്ക് എന്ത് കിട്ടി? പാസിംഗ് പെർസെൻറ്റേജ് 28% ആണെന്ന് കിട്ടി. സോ പാസിംഗ് മാർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 28% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1% 3 ആണ്. സോ 28% എത്രയായിരിക്കും? 28 × 3 which is 84. അപ്പോൾ നമുക്ക് കിട്ടും പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 84 ആണ്. അതായത് 28% എന്തിനോട് ഈക്വൽ ആണ്? 84നോട് ഈക്വൽ ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം കിട്ടിയത്, നമുക്ക് ഫസ്റ്റ് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടായിരുന്നത്? മാക്സിമം മാർക്സ് ആയിരുന്നു. അപ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് 300 ആണെന്ന് കിട്ടി. പാസിംഗ് പെർസെൻറ്റേജ് 28% ആണെന്ന് കിട്ടി. പാസിംഗ് മാർക്ക് 84 ആണെന്ന് കിട്ടി. Next question ഇതാണ്. A student got 240 marks in a test and he failed by 6 percentage point. Another student got 320 marks and passed by 4 percentage points. Find maximum marks, passing marks and passing percentage. So, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ വരച്ചു. ഇതായിരിക്കും 0% എന്ന് പറയുന്നത് ആൻഡ് ഇതായിരിക്കും 100% എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് ഈ പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ എവിടെയോ ആണ്. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് എ സ്റ്റുഡൻറ് ഗോട്ട് 240 മാർക്സ് ഇൻ എ ടെസ്റ്റ്. ഒരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? 240 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി ഫെയിൽഡ് ബൈ 6 percentage points. ഓക്കെ, സോ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 240 ആണ്. പക്ഷെ ആ കുട്ടി പാസ്സായില്ല, ഫെയിലായി. എത്ര പെർസെൻറ്റേജിനാണ് ഫെയിലായത്? 6%. ഇതാണ് പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പാസിംഗ് പെർസെൻറ്റേജിനേക്കാൾ 6% കുറവാണ് 240. അതാണ് ആദ്യം തന്നിരിക്കുന്നത്. ആ കുട്ടിക്ക് കിട്ടിയത് 240 മാർക്കുമാണ്. ആൻഡ് ആ കുട്ടി 6% ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ആണ് എത്ര? 6% എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അനദർ സ്റ്റുഡൻറ് ഗോട്ട് 320 മാർക്സ് ആൻഡ് പാസ്ഡ് ബൈ. ആ കുട്ടി പാസ്സായി. അപ്പോൾ അത് എവിടെയായിരിക്കും വരിക? പാസിംഗ് പെർസെൻറ്റേജിന് ഇപ്പുറത്തായിരിക്കില്ല വരിക. ഇതാണ് 320 ആൻഡ് ഹി പാസ്ഡ് ബൈ 4 percentage point. ആ കുട്ടി എത്ര കിട്ടിയിട്ടുണ്ട്? പാസിംഗ് പെർസെൻറ്റേജിനേക്കാൾ 4% കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക്.
പാസിംഗ് പെർസെൻറ്റേജ് പ്ലസ് 4% എന്ന് പറയുന്നതാണ് 320 എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? മാക്സിമം മാർക്കും പാസിംഗ് മാർക്സും പാസിംഗ് പെർസെൻറ്റേജും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇവിടെ എഴുതാം. ഇതാണല്ലേ പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ 240 തൊട്ട് 320 ഇടയിലുള്ള ഈ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് പെർസെൻറ്റേജിൽ എത്രയാണ്? 240 തൊട്ട് പാസിംഗ് പെർസെൻറ്റേജ് വരെ 6% ഉണ്ട്, ആൻഡ് പാസിംഗ് പെർസെൻറ്റേജ് തൊട്ട് 320 വരെ എന്ന് പറയുന്നത് 4% ഉണ്ട്. അതായത് ഈ ടോട്ടൽ ഗ്യാപ്പിനുള്ളിൽ പെർസെൻറ്റേജ് എത്രയാണ്? 6% പ്ലസ് 4%, അതായത് 10% ഉണ്ട്. ഓക്കെ, ഇത് പെർസെൻറ്റേജിൽ. പക്ഷെ മാർക്കിൽ അത് എത്രയാണ്, അല്ലെങ്കിൽ നമ്പറിൽ അത് എത്രയാണ്? 240 തൊട്ട് 320 വരെ. 240 തൊട്ട് 320 വരെ ആ ഗ്യാപ്പ് എത്രയാണ്? 320 മൈനസ് 240, അതായത് 80. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് പ്ലസ് ചെയ്ത് ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തതെന്ന് ഡൗട്ട് ഉണ്ടോ? നമ്മൾ പ്ലസും മൈനസിനും അല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. ഇവിടെ ജസ്റ്റ് നോക്കുന്നത് എന്താ, ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എത്രയുണ്ട്, ആ ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിക്കണേ. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 6%, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4%. അപ്പോൾ ടോട്ടൽ ഗ്യാപ്പ് എത്രയായി? 6 + 4 10%. ഇനി ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ 240 മാർക്കും ഇവിടെ 320 മാർക്കും. 240നേക്കാൾ വലുതാണ് 320. അപ്പോൾ അതിന് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും? 320 മൈനസ് 240. അങ്ങനെയാണ് 8 കിട്ടിയത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 100% എത്രയാണെന്നായിരുന്നു. അപ്പം 10% നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ 100% എന്തായിരിക്കും? എന്ത് ചെയ്താൽ മതി? 10 × 10 ആണ് 100. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി? 80 × 10. അതായത് നമുക്ക് 100% കിട്ടി 800 ആണെന്ന്. ഓക്കെ, സോ 100% എന്താണ്? 800 ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പാസിംഗ് മാർക്ക് കാണണം, പാസിംഗ് പെർസെൻറ്റേജ് കാണണം. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100% 800 ആണെന്നുണ്ട്. സോ 100% 800 ആണെങ്കിൽ 1% എന്തായിരിക്കും? 1% കാണാൻ എന്ത് ചെയ്താൽ മതി? 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, അതായത് 8 ആയിരിക്കും അല്ലേ. സോ 1% 8 ആണെന്ന് കിട്ടി. 1% 8 ആണ്. ആൻഡ് ഈ കുട്ടിയുടെ മാർക്ക്, നമുക്കിനി പാസിംഗ് പെർസെൻറ്റേജും പാസിംഗ് മാർക്കും കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് 240 മാർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 240 മാർക്ക് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 8 മാർക്ക് എന്ന് പറയുന്നത് 1% ആണ്. അപ്പോൾ 240 മാർക്ക് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 8 × 30 ചെയ്താലാണ് 240 കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 1 × 30 ചെയ്യുക, അതായത് 30% എന്ന് പറയുന്നതാണ് എന്ത്? 240 മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടിക്ക് 240 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഈ കുട്ടിക്ക് 30%, 800ന്റെ 30% ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി ഫെയിൽ ആയിരിക്കുകയാണ്. ഫെയിൽ ആവാൻ കാരണം എന്താണ്? എത്ര പെർസെൻറ്റേജ് കുറവ് വന്ന കാരണം ഫെയിൽ ആയത്? 6%. സോ പാസിംഗ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഈ കുട്ടിയുടെ 240 എന്ന് പറയുന്ന ഈ 30%ഉം പിന്നെയുള്ള ഈ 6ഉം, അതായത് 36% എന്ന് പറയുന്നതാണ് പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് 30 + 6 ഈ 240 വെച്ച് ചെയ്ത കാരണം. ഇനി 240 വെച്ച് ചെയ്യണമെന്നില്ല, 320 വെച്ച് ചെയ്യാം. അതെങ്ങനെയാണ്? 1% 8 ആണ്. സോ ആ കുട്ടിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 320. അപ്പോൾ 320 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. ഇത് എത്രയാണ്? 8 × 40 ആണ് 320. അതായത് ഇത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 320 എന്ന് പറയുന്നത് 1 × 40 40% ആയിരിക്കും. അതായത് 320ന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ് 40% എന്ന് പറയുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് പാസിംഗ് പെർസെൻറ്റേജിനേക്കാൾ 4% കൂടുതലാണ്. അപ്പോൾ പാസിംഗ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 40 - 4. അപ്പോൾ എഗെയിൻ നമുക്ക് 36% എന്ന് കിട്ടും. അപ്പോൾ ഏത് മാർക്ക് വെച്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാക്സിമം മാർക്ക്, അതായത് 100% ആയിരുന്നു, അത് 800 ആണെന്ന് കിട്ടി. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പാസിംഗ് പെർസെൻറ്റേജ് ആയിരുന്നു, അത് 36% ആണെന്ന് കിട്ടി. ഈ തേർഡ് ക്വസ്റ്റ്യൻ പാസിംഗ് മാർക്ക് എത്ര ആണ്? പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം എന്താ? 1% എന്ന് പറയുന്നത് 8 മാർക്ക്. ഓക്കെ, 1% 8 മാർക്ക്. പാസിംഗ് പെർസെൻറ്റേജ് 36%. അപ്പോൾ പാസിംഗ് മാർക്ക് എത്രയായിരിക്കും? 36 × 8, അതെത്രയാണ്? 288. അപ്പോൾ 288 ആണ് എന്ത്? പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്.